ഹോർമോണൽ ഡിസ്ഫങ്ഷൻസ് എല്ലാം കൂടി കൂടി വരികയാണ്. ഇവ സൂയിസൈഡിന് കാരണമാക്കും. ആർക്കെങ്കിലും അറിയോ ഈ കാര്യം? അതായത് ഹോർമോണൽ ഡിസ്ഫങ്ഷൻ വരുന്നതിന്റെ മെയിൻ റീസൺ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. ലൈഫ് സ്റ്റൈൽ സ്ട്രെസ് ഗ്രാജുവലി ഒരു വ്യക്തിയിൽ ഹോർമോണൽ ഡിസ്ഫങ്ഷൻ, അതായത് PCOD, PCOS, തൈറോയിഡ്, ഡയബറ്റീസ് തുടങ്ങിയ ഒരുപാട് ഹോർമോണൽ ഡിസ്ഫങ്ഷൻസിന് കാരണമാക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ആദ്യമേ തന്നെ തുടക്കത്തിൽ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ തന്നെയാണ് ബാധിച്ചിട്ട് ഇതൊരു ഡയഗ്നൈസ് ചെയ്യുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങളായി മാറുന്നത്. ശേഷം നമുക്ക് ഒട്ടും കൺട്രോൾ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും. കോമൺ ആയിട്ട് കാണുന്ന ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് ഡിപ്രഷനാണ്. ഡിപ്രഷന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് സൂയിസൈഡ്. സോ ഡിപ്രസീവ് സിംറ്റംസ് എല്ലാവർക്കും പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണമെന്നില്ല. ചിലവരിൽ ഹൈലി ഫങ്ഷണൽ ഡിപ്രസീവ് സിംറ്റംസ് കാണിക്കുമ്പോൾ പുറമേ വളരെ സർവ്വസാധാരണമായിട്ടുള്ള രീതിയിൽ നടക്കും. പക്ഷെ അവരുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ വളരെയധികം അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അതായത് ഇപ്പൊ പില്ലോ വെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കരഞ്ഞുകൊണ്ടുള്ള രാത്രികളായിരിക്കും അവര് കടന്നു പോകുന്നത്. അതല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവ് സിംറ്റംസ് ഉണ്ടാവും, സെൽഫ് ഹാർമിങ് സിംറ്റംസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹോർമോണൽ ഡിസ്ഫങ്ഷൻസ് എന്തുകൊണ്ടാണ് നമ്മളുടെ ലൈഫിലോട്ട് വരുന്നത്, അതിൻ്റെ ഒരു റൂട്ട് കോസ് കണ്ടെത്തണം. അതായത് നമ്മുടെ സ്ട്രെസ് കണ്ടെത്തിയാൽ മാത്രമാണ് നമുക്കത് പൂർണ്ണമായിട്ടും ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഹോർമോണൽ ഡിസ്ഫങ്ഷൻ ഉള്ളവർ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റും ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ സൈക്കോതെറാപ്പിയോടൊപ്പം തന്നെ മെഡിക്കേഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും.